ബേസ് എപ്പോഴും അത് തന്നെ. പോത്തേട്ടനും ഉണ്ണിമായ ചേച്ചി, ശ്യാമേട്ടൻ, മധുവേട്ടൻ, രാജ്മാധവൻ, മിലിന്ദ്, ടിൻസ്, സുജിത്തേട്ടൻ, രഞ്ജിത്തേട്ടൻ, അങ്ങനെ ഒരു 10-12 പേരുണ്ടായിരുന്നു. ബിബിൻ, ADസിൻ്റെ ടീം, ഡയറക്ഷൻ ടീം, പോത്തേട്ടൻ, ഇവരെല്ലാവരും തന്ന ബേസിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ തമിഴ് സിനിമ ആഘോഷിക്കുന്ന പോലെ അവർ മലയാള സിനിമകൾ ആഘോഷിക്കണമെന്നില്ല. വളരെ ചുരുക്കം സിനിമകളാണ് അവിടെ ഓടുന്നത്. പക്ഷെ നമ്മളിവിടെ വിജയ് സാറിൻ്റെ പടമായാലും സൂര്യ സാറിൻ്റെ പടമായാലും ധൻ സാറിൻ്റെ പടമായാലും രജനി സാറിൻ്റെ പടമായാലും ഒക്കെ നമ്മൾ അവിടെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ തമിഴ്നാട്ടില് ഫഹദ് സാറിന്റെ പടം വരുമ്പോ ഭയങ്കര, കോളേജില് എന്റെ കോഴ്സ് പറഞ്ഞ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സാണ്. സോ അത് ഫിലിം റിലേറ്റഡ് ആണ്, ഫിലിം മേക്കിംഗ് റിലേറ്റഡ്. അതിൽ തന്നെ വേറെ സബ്ജക്ട്സ് ഉണ്ട്, വേറെ ദാറ്റ്സ് റിലേറ്റഡ് ടു കോണ്ടന്റ് ക്രിയേഷൻ. സോ അതൊരു ബ്ലെസ്സിങ് ആണ്. സോ അതിൽ അസൈൻമെന്റ്സ് തന്നെ ചിലപ്പോഴൊക്കെ ഇന്റർവ്യൂ സംബടി അല്ലെങ്കിൽ ഡു എ വ്ളോഗ്, അതൊക്കെ ഭയങ്കര ഫണ്ണായിരിക്കും. സോ അത് പാർട്ട് ഓഫ് വാട്ട് ഐ ഡു ആസ് എ ഹോബി. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ 2 years ഡിഫറൻസ് വന്നോണ്ടാണ് പെട്ടെന്ന്. അപ്പൊ എനിക്ക് തന്നെ എന്റെ സ്കൂൾ പേപ്പർ കാണാൻ ചെറിയൊരു പേടിയുണ്ട്. അതെ, അതിന്റെ ഒരു പേടിയുണ്ട്. ആൾക്കാരും ഞാൻ വളരുന്ന കാണുന്നുണ്ടല്ലോ, അപ്പൊ അവരും ഇതെങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടി എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം തണ്ണീർമത്തൻ ഫുൾ ഓൺ സ്കൂൾ ഫിലിമാണ്. അതില് എല്ലാം ഉണ്ട്, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡെഫിനറ്റ്ലി സിറ്റുവേഷൻസ് റിപ്പീറ്റ് ആവുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റിയ ആൻഡ് മാത്യു. വെൽക്കം ടു മീഡിയ വൺ. ഓക്കെ, ഇപ്പം നമ്മൾ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു വെള്ളത്തൂവൽ എന്ന് പറയുന്ന കുറച്ചുകൂടെ ഇടുക്കിയുടെ കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അവിടെ നടക്കുന്ന ചെറിയ ചെറിയ ഇവന്റ്സ് ആണ് ടീസർ എന്നൊക്കെ മനസ്സിലായത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് കപ്പ്? സ്പോർട്സ് ഡ്രാമയാണ് ആക്ച്വലി. എൻ്റെ ക്യാരക്ടർ കണ്ണൻ. ആക്ച്വലി കണ്ണൻ എന്നാണ് എൻ്റെ പെറ്റ് നെയിം. ഞാൻ ക്യാരക്ടർ നെയിം അല്ല, ഇവരൊക്കെ വിളിക്കുന്നത് സഞ്ജേട്ടനൊക്കെ എല്ലാരെയും വിളിക്കുന്നതൊക്കെ കണ്ണാണ്. അപ്പൊ ഈ നിതിന്റെ ക്യാരക്ടർ ബാഡ്മിന്റൺ ഭയങ്കര ഇഷ്ടം. അപ്പൊ അവൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് മാച്ച് കളിച്ച് ജയിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാച്ച് എത്തണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു ജേണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും, പിന്നെ മേജർലി സ്പോർട്സ് ഉണ്ട്, എന്നാൽ കൂടുതലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഇവന് ചുറ്റുമുള്ളവർ ഇവൻ്റെ ഒപ്പം നിൽക്കുന്ന, ഇവൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നത്, അത് കാരണം ഉണ്ടാകുന്ന വേറെ കുഴപ്പങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഒരു ഹ്യൂമൻ അറിയാവുന്ന അവരുടെ ഒരു റിലേഷനും ഇമോഷണൽ കണക്ഷൻസും ഒക്കെ ഉണ്ട് എല്ലാം ചുറ്റും. ഇപ്പോൾ റിയയുടെ ക്യാരക്ടർ ആണെങ്കിലും അച്ഛനായിട്ട് ഗുരു സോമസുന്ദരം, ബേസിലായിട്ടിൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെയറും കൂടെ, ഇമോഷണലി ഒരു ലെയർ പറയുന്നുണ്ട്. അത് സ്പോർട്സ് മാത്രമല്ല. ഓക്കെ, അത് ഈ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പം മുന്നേ തണ്ണീർമത്തനിലാണെങ്കിലും ഒക്കെ ഇത്തരം കുട്ടികളുടെ ഒരു പ്രണയം അങ്ങനെ പോവാണല്ലോ. പക്ഷെ ബേസിലിന്റെ ക്യാരക്ടറും ഗുരു സോമസുന്ദരൻ സാറിന്റെ ക്യാരക്ടറും വരുമ്പോൾ ഇതല്ല വേറെന്തെങ്കിലും അതിനുള്ളിൽ കൂടെ പാരലി പോകുന്നുണ്ടോ എന്നുള്ള ഇത് വരും. അങ്ങനെയുണ്ടോ? ബേസിലായിട്ട് ആക്ച്വലി ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാൽ ത്രൂഔട്ട് ഉണ്ട് പടത്തിന്റെ പല ഏരിയാസിലും. ബേസിലാൻഡിന്റെ ക്യാരക്ടർ ആക്ച്വലി ഇതിൽ കുറച്ച് ഇവരും ഭയങ്കര സ്ഥിരം അല്ലെങ്കിൽ ആ ഏജ് കാറ്റഗറിയിൽ ജോലി ഇല്ലാത്തവര് എന്നൊക്കെ പറയുന്ന, ബേസിലാൻഡിന്റെ ക്യാരക്ടർ 2 ജോലി ചെയ്യുന്ന ഒരാളാണ്. ഫോട്ടോഗ്രാഫി, വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് പുള്ളിക്ക്. അതിനോടൊപ്പം ഒരു ബൈക്ക് മെക്കാനിക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവര്. ഗുരു സോമസുന്ദരന്റെ അച്ഛന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്. ഓരോരുത്തരുമായിട്ടും ഈ നിൽക്കുന്ന ക്യാരക്ടറിന്റെ കണക്ട് എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാ, അതെങ്ങനെയാ ഈ കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ എഫക്റ്റ് ആവുന്നതെന്നൊക്കെ ഉള്ളതുണ്ട്. ഓക്കെ, റിയയുടെ കഥാപാത്രത്തെ കുറിച്ചുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. സോ എൻ്റെ ക്യാരക്ടറിന്റെ പേര് അന്നയാണ്. സോ ബേസിക്കലി ഇപ്പോൾ മാത്യു പറഞ്ഞ പോലെ നിതിൻ എന്നുള്ള ക്യാരക്ടറിന് ഓരോ ക്യാരക്ടർ ഈ നിതിൻ്റെ ബാഡ്മിൻ്റണിനോടുള്ള പാഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മളുടെ ക്യാരക്ടേഴ്സ് നിൽക്കുന്നത്. സോ അതേപോലെയാണ് അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. സോ എൻ്റെ ക്യാരക്ടറും ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. സോ ഞാൻ ഭയങ്കര ഒരു സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ടാണ് ഞാൻ നിതിന് നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടും ബാഡ്മിൻ്റൺ കുറച്ചും കൂടെ മോട്ടിവേഷൻ ക്യാരക്ടർ പോലെയാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാനും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബാഡ്മിൻ്റൺ പ്ലെയർ ആയതുകൊണ്ട് നിതിനും അതിനായിട്ട് ഒരു ഇൻസ്പിറേഷനായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സായി പിന്നെ അതിന്
കഥയോടെ Standing by each other. സ്റ്റാൻഡിങ് ബൈ ഈച്ച് അതർ. Okay. ഈ സിനിമയുടെ ഒരു പശ്ചാത്തലമായിട്ട് ചെറുപ്പം മുതലേ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് റിയ. അതിൽ പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും ആ ഒരു സാഹചര്യം സിനിമയിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? അത് കപ്പിലൂടെ വരുമ്പം, കപ്പിലൂടെയാണ് ആദ്യമായിട്ട് അഭിനയ രംഗത്തിലേക്ക് വരുന്നത്. അത് തന്നിട്ടുള്ള സ്വാധീനം എന്താണ്? എക്സാക്ട്ലി മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ പ്രൊഡക്ഷൻ രംഗമായിട്ട് ഒരുപാട് എക്സ്പോസ്ഡ് ആണ് ഓൾറെഡി. അവിടെ നിന്ന് അഭിനയത്തിലേക്ക് കയറി വരുമ്പം അത് ഈ പ്രൊഡക്ഷനിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആൾ എന്നുള്ള രീതിയിൽ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അത് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി പപ്പയുടെ കൂടെ അസിസ്റ്റ് ചെയ്താണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ കുറേ പഠിച്ച് വരുന്നുണ്ട്, പിന്നെ കുറേയും കൂടെ ഉണ്ട് പഠിക്കാൻ. അത് ഡെഫിനറ്റ്ലി HR പിക്ചേഴ്സ് നമ്മൾ കുറച്ചും കൂടെയും ഫ്യൂച്ചറിൽ വളർത്തും. പക്ഷേ സോറി, ബട്ട് അതിൽ കുറേ ബേസിക്കലി ആക്ച്വലി അഭിനയം ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ നോളജ് കിട്ടിയത്. ബിക്കോസ് ഞാൻ സെറ്റിൽ ഫുൾ ടൈം ഉണ്ട്. ഫുൾ ടൈം ഇരിക്കുമ്പോൾ രാവിലെ കോൾ ടൈം 8 o'clock ആണെങ്കിൽ ഷൂട്ട് പോകുന്നത് 10 o'clock 11 o'clock ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും സമയം ആൾക്കാർ എന്ത് ചെയ്യുന്ന, ഓരോരുടെ ഓരോ ജോലി എന്ത് ചെയ്യുന്ന അതെല്ലാം കണ്ട് എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടെയും പറ്റി. സോ ഇതിൽ കുറച്ചും കൂടെ ലേൺ ചെയ്ത് പക്ഷെ ടെക്നിക്കൽ സൈഡായിട്ട് വരുമ്പോൾ പ്രൊഡക്ഷനിലാണ് ഞാൻ കുറച്ചും കൂടെ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സാധാരണ ആളുകൾ പറയാറുണ്ട് പ്രൊഡക്ഷൻ ഒരു വലിയ തലവേദനയാണ്, ഇത് എല്ലാം കോർഡിനേറ്റ് ചെയ്യണം, എല്ലാ ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യണം, എല്ലാം ഡിസൈഡ് ചെയ്യണം. ബേസിക്കലി ഒരു സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന്റെ പ്രോഡക്റ്റ് കൂടെയാണല്ലോ. അത് ചെറിയ പ്രായത്തിലെ ഏറ്റെടുക്കുമ്പോൾ വാട്ട് ഇൻസ്പയർഡ് യു? ഇത് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ ബേസിക്കലി ബിസിനസ് റിലേറ്റഡ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് എനിക്കിപ്പോൾ മനസ്സിലായത്, ഇത്രത്തോളം പഠിച്ചതിൽ മനസ്സിലായത് എനിക്ക് അത് ഒരു സ്ട്രാറ്റജിക് വേയിൽ എടുക്കുമ്പോൾ യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അത് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ഹാൻഡിലബിൾ. അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ ട്രിക്കി ബിക്കോസ് നമ്മൾ ആസ് ദ പ്രൊഡ്യൂസർ വി ആർ പുട്ടിങ് ഇൻ ദ മണി ഫോർ ദ ഫിലിം. സോ ആ കാരണത്തിന് എല്ലാവരും പറയും ഇറ്റ്സ് വെരി ട്രിക്കി. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇഫ് യു തിങ്ക് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ വെൽ. പക്ഷേ എനിക്ക് ദ സ്ട്രാറ്റജൈസിങ് പപ്പ അത് ചെയ്യുന്നതൊക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഓക്കെ എനിക്കിത് എന്താണെന്ന് അറിയണം. ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ ഭയങ്കര ഇറ്റ്സ് എ ലോട്ട്, അത് ബിസിനസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ കൂടെ ഇരുന്ന് അസിസ്റ്റ് ചെയ്ത് പഠിച്ചു വന്നപ്പോൾ ഓക്കെ ഇതിങ്ങനെ പ്ലാൻ ചെയ്താൽ ഇതിങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് മനസ്സിലായി വന്നു. കുറേ കൂടെ ഉണ്ട് മനസ്സിലാക്കാൻ. പിന്നെ അതല്ലാതെ കുറച്ചും കൂടെയും ഓർഗനൈസ് ചെയ്യാൻ ഉള്ള ഒരു ക്വാളിറ്റി എനിക്ക് പേഴ്സണലായിട്ടും വന്നു. ബിക്കോസ് അതിൽ പ്രൊഡക്ഷനിൽ ബേസിക്കലി എല്ലാ ഓർഗനൈസേഷനും മറ്റേ പ്രൊഡക്ഷൻ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ഔട്ട് സൈഡ് ദ സ്ക്രീൻ എല്ലാം ഹാൻഡിൽ ചെയ്യണം. സോ രണ്ട് വേസിൽ ഓർഗനൈസ് ചെയ്യാനുള്ള രീതികളും പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി ഇൻട്രസ്റ്റിംഗ്. ബട്ട് അല്ലാതെ ഇറ്റ്സ് I personally very interested in product. മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് പോകണം, ടെക്നിക്കൽ സൈഡിലേക്ക് പോകണം? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. സാധാരണ മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ കഴിയുമ്പോഴേക്കും ആളുകൾ മെല്ലെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാറുണ്ട്. ഒന്ന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള, ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യം. നമുക്കതിൽ ഇൻട്രസ്റ്റും പിന്നെ അത് അത്രയും കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലേ തന്നെ ഇപ്പോൾ അഭിനയിക്കുമ്പോൾ തന്നെ കുറേ തിരക്കുകളും ഇതുകൊണ്ട് അപ്പം അത് നടപടി വന്ന കാര്യമല്ലേ ഇപ്പം. ഓക്കെ, ഈ കപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് മുന്നേ പറഞ്ഞ പോലെ തണ്ണീർമത്തന്റെ ഒരു പശ്ചാത്തലമായിട്ട് ഏറെ സാമ്യമുള്ള ഒരു പശ്ചാത്തലമാണ് കപ്പിൻ്റെത്. അപ്പൊ ഇത് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ അത് ഒരു പക്ഷെ ആളുകൾക്ക് ഒരു മടുപ്പ് തോന്നിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ ആളുകൾ കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് മാത്യുവിനെ കാണാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള തോട്ടുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഫെസ്റ്റിവല് ഇത് ആക്ച്വലി 2 വർഷം ആയി പടം ഷൂട്ട് കഴിഞ്ഞിട്ട്. പല കാരണങ്ങളാൽ ഇവർക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഞാൻ കഥ കേൾക്കുന്നത് അതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ ഇവരെൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് സ്കൂൾ ക്യാരക്ടർ ചെയ്യാൻ ആക്ച്വലി ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ല എന്നുള്ളൊരിതാ. അപ്പോൾ പക്ഷേ എനിക്ക് സ്പോർട്സ് ഡ്രാമ, ഒരു ബാഡ്മിൻ്റൺ സിനിമ എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു.
അപ്പോൾ ഇവർ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നടക്കുന്നത് കൂടുതൽ ബാഡ്മിൻ്റൺ സംബന്ധിച്ചോളമൊക്കെ സ്കൂളിൽ നിന്ന് സെലക്ട് ആയി ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞ് നാഷണൽസ്, അങ്ങനെ അതിൻ്റെ ഒരു ജേണി അല്ലെങ്കിൽ അവർക്ക് കാണിക്കാനും അതാണ് പറ്റുന്നത്. അപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല, അതിന് വേണ്ടി എന്ന് വെച്ചാൽ സ്പോർട്സ് ഡ്രാമ ചെയ്യുന്നത് ആദ്യമായിട്ട് എന്നെ സംബന്ധിച്ചോളം. അപ്പൊ അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അത് കുഴപ്പമില്ല എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി പേടിയുണ്ട് സിമിലർ ആയിപ്പോൾ. കാരണം തണ്ണീർമത്തൻ ഫുൾ ഓൺ സ്കൂൾ ഫിലിമാണ്. അതില് എല്ലാം ഉണ്ട്, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡെഫിനറ്റ്ലി സിറ്റുവേഷൻസ് റിപ്പീറ്റ് ആവും. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് മാറ്റി ചെയ്യാൻ, പക്ഷെ എനിക്ക് അറിയില്ല അത് എന്തുമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളത് ആൾക്കാർ പറയണ പോലെ. പക്ഷെ ആ പേടിയുണ്ട്. ഈ സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്ന എല്ലാ കാലത്തും മലയാളത്തില് ഒരു 50-50 ചാൻസിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു പടമാണ്. ഇപ്പം 1983 വർക്ക്ഔട്ട് ആയ പോലെ ഒരിക്കലും ഹോക്കി റിലേറ്റ് ചെയ്ത് വന്ന സിനിമകളൊന്നും അങ്ങ് വർക്കായില്ല. മലയാളത്തിലേക്ക് വരുമ്പം അത് വർക്കായിട്ടില്ല. അപ്പം ഈ ഒരു കപ്പിനെ സംബന്ധിച്ചിടത്തോളം ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ പൊതുവെ മലയാളികളുടെ ഇടയിലാണ് ഒരു ഫുട്ബോൾ ആഘോഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആഘോഷിക്കുന്ന പോലെ നമ്മൾ ആഘോഷിക്കാറില്ല, ഇരുന്ന് കാണാറില്ല. അപ്പൊ ഈ ബാഡ്മിന്റൺ കൊണ്ടുവരുന്ന സമയത്ത് അതൊരു ചലഞ്ച് ആയിരിക്കും. എനിക്ക് ഇത് നമ്മൾ ഇത്ര സെലിബ്രേറ്റ് ചെയ്യാറില്ലെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവരും കളിക്കുന്ന ഒരു സ്പോർട്ടാണ് ബാഡ്മിന്റൺ. എസ്പെഷ്യലി ഈ ഒരു ലാസ്റ്റ് കോവിഡിന് ശേഷം കൊച്ചി തന്നെ കുറെ കോർട്ടുകളുണ്ട്, ബാഡ്മിന്റൺ കോർട്ടുകൾ. അതൊക്കെ എപ്പോഴും ഫുള്ളാ. ഞാൻ പടം കഴിഞ്ഞിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാൻ പോകുമ്പോൾ നമുക്കൊരു കോർട്ട് 1 മണിക്കൂറത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നേരത്തെ ബുക്കൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇത് 1 മാസത്തേക്ക് എടുത്ത് കളിക്കുന്ന കുറെ പേരുണ്ട് ബാഡ്മിന്റൺ. അപ്പൊ ഇത് TV കാണുന്നത് കുറവായിരിക്കും, പക്ഷെ ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട് ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്നു തോന്നുന്നില്ല. ഈ ഗെയിം അറിയാം, അവർക്ക് അതിന്റെ റൂൾസ് അറിയാം. അപ്പൊ അത് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഈ ഒരു ബാഡ്മിന്റൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? അല്ല, ഞങ്ങള് പടത്തിന് വേണ്ടി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതിന് ഗ്രൂമിംഗ് സെഷൻ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഉണ്ണി സർ എന്ന് പറഞ്ഞൊരു കോച്ച് നമുക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചെന്നായിരുന്നു. പടത്തിലെ പീസുകൾ സെറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ണിച്ചേട്ടനാണ്, കോച്ചാ ചെയ്തത്. അപ്പൊ നമുക്ക് ഷൂട്ടിന് മുമ്പ് ഒരു ചെറിയൊരു ബേസിക്സ്, ഗ്രിപ്പ് എങ്ങനെ ഗ്രിപ്പ് പിടിക്കാന്, എങ്ങനെ ഹിറ്റ് ചെയ്യാനും അതൊക്കെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. പ്രൊഫഷണൽസ് കളിക്കുമ്പോൾ അവര് കളിക്കുന്ന ഒരു പേസും ഫോഴ്സും ഒക്കെ ഭയങ്കര ബോഡി ലാംഗ്വേജ് ഒക്കെ ഡിഫറെന്റ്. ഇതിലേക്ക് നമിത പ്രമോദിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു കോച്ചായിട്ടാണ്. നമിതയാണെങ്കിലും അത്തരം ക്യാരക്ടറിൽ കണ്ടിട്ടില്ല, ഒരു കോച്ചായിട്ടോ അല്ലെങ്കിൽ സ്പോർട്ടിലെ ഒന്നിലും കണ്ടിട്ടില്ല. അപ്പം ആ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾ 3 പേരും പുതുതാണ് സ്പോർട്സിലേക്ക്. അപ്പം ഹൗ ഹെൽപ്ഫുൾ വാസ് ദാറ്റ്? ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മള് ചേച്ചിനെ ഒരു അങ്ങനത്തെ ഒരു സ്പോർട്സ് ക്യാരക്ടർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഭയങ്കര എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫ്രഷ് ഒരു ക്യാരക്ടർ. പിന്നെ ഭയങ്കര എന്തോ കോസ്റ്റ്യൂമിലും എല്ലാത്തിലും ചേച്ചി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ആ ക്യാരക്ടർ പോലെ തന്നെ തോന്നിയിരുന്നു. ചേച്ചി ആ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ കളിക്കുന്ന അത്രയും വലിയാലും കോച്ച് ചെയ്യുന്നത് ഭയങ്കര കൺവിക്ഷനോടെ കാണിക്കണമല്ലോ. പിന്നെ സ്പീക്കിംഗ് സംസാരിക്കുമ്പോ ഒരു ടോൺ ഉണ്ട്, ആ ടോണില് നല്ലതായിട്ട് ടോണൊക്കെ ഉണ്ട്. അതിന് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, അതും ഉണ്ണിച്ചേട്ടൻ തന്നെ. ഇവര് ബാഡ്മിന്റൺ ആൾക്കാർ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല. അതെ, സിനിമ സംസാരിക്കും, സിനിമയുടെ ഒരു ശൈലി വെച്ചിട്ടായിരിക്കും, സിനിമ കാര്യങ്ങളായിരിക്കുമല്ലോ പറയാം. അപ്പൊ അതുപോലെ ബാഡ്മിന്റണിലെ കുറെ കാലം അപ്പൊ അതിന്റെ ഒരു ടോൺ, അപ്പൊ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ട് ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. ഈ ഗ്രൂമിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്നൊരു വീഡിയോ ആണ് ഭാവന സ്റ്റുഡിയോസിന്റെ ഗ്രൂമിങ് സെഷൻ നടത്തിയതിന്റെ. അപ്പം ആ സമയത്ത് ഒരുപാട് തവണ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സീൻ കാണിക്കുന്നുണ്ട്, പിന്നെ വിവരണങ്ങൾ തരുന്നുണ്ട്. അപ്പം ഫസൽ ആൻഡ് ഫ്രണ്ട്സ് പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നൊരു ശിക്ഷണം ഇല്ലേ ഈ ഒരു, അത് ഇപ്പോ വരെയും ഏറ്റവും അവസാനം ചെയ്ത സിനിമ വരെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതെന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് തന്നെ ഫോളോ ചെയ്യുന്നത്. അതിന്റെ ഒപ്പം വേറെ കുറെ കാര്യങ്ങളും കൂടെ ഓൺ ദ ഗോയിൽ പഠിക്കുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബേസ് എപ്പോഴും അത് തന്നെ. പോത്തേട്ടനും ഉണ്ണിമായ ചേച്ചി, ശ്യാമേട്ടൻ, മധുവേട്ടൻ, രാജ്മാധവൻ, മിലിന്ദ്, ടിൻസ്, സുജിത്തേട്ടൻ, രഞ്ജിത്തേട്ടൻ, അങ്ങനെ ഒരു 10-12 പേരുണ്ടായിരുന്നു. ബിബിൻ, ADസിന്റെ ടീം, ഡയറക്ഷൻ ടീം, പോത്തേട്ടൻ, ഇവരെല്ലാവരും തന്ന ബേസിലാണ് ഇപ്പോഴും
ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മലയാള സിനിമയെക്കാളും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരിക്കുന്നത് തമിഴിലും അതേപോലെ തെലുങ്കിലും ഒക്കെ എക്സ്പോസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും തമിഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം എപ്പോഴും പറയാറുണ്ട് മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയോ അല്ലെ ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് പോലെ അല്ല മറ്റ് ഇൻഡസ്ട്രികളിൽ വരുന്നതെന്ന്. അതിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി എൻ്റെ അച്ഛൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ABCD ദുൽഖർ സാറിൻ്റെ പടം അതാണ് ഫസ്റ്റ് ഫിലിം. സോ അതും മലയാളം ഫിലിം ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളൊരു മലയാളം ഫിലിം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു, അത് HR പിക്ചേഴ്സിൽ മുറ എന്ന് പറഞ്ഞിട്ട്. സോ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും പ്രൊഡക്ഷനിലും ഡിഫറൻസ് അധികമായിട്ടില്ല. സെയിം ഫോമാറ്റാണ് പോയത്. ഈ വീരതീസുരനിലായാലും മുറയിലായാലും നമ്മൾ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ആക്ടേഴ്സിന് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ, ദെൻ പോസ്റ്റ് പ്രൊഡക്ഷൻ. എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിൽ ഫോളോ ചെയ്ത് ആ സെയിം ഫോമാറ്റിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളാകുമ്പോൾ അതിൽ വ്യത്യാസം വരില്ല. ഇപ്പോൾ മലയാളത്തിൽ ആ ഒരു വ്യത്യാസം പറയുന്നത് തന്നെ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ടാണ്. അതായത് ഇപ്പോൾ മലയാളത്തിൽ നമ്മളെപ്പോഴും പറയും ചെറിയ ബഡ്ജറ്റിൽ തന്നെ വലിയ സിനിമകൾ ചെയ്യുന്നു. പക്ഷെ അതേസമയം തമിഴിലേക്കോ തെലുങ്കിലേക്കോ പോകുമ്പോൾ ദേ ഹാവ് ലോട്ട്സ് ഓഫ് മണി, അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അവർ അത്രയും വലിയൊരു പ്രൊഡക്ഷനിലാണ് സിനിമകൾ കൊണ്ടുവരുന്നത്. അതേസമയം മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറിയ സ്പേസിൽ നിന്ന് ചെറിയ റിസോഴ്സിൽ നിന്ന് വലിയ സിനിമകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മലയാളത്തിൽ പൊതുവെ ഐ എം നോട്ട് ആസ്കിങ് അബൌട്ട് ലൈക്ക് നിങ്ങളുടെ പ്രൊഡക്ഷൻ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, പൊതുവെ മലയാള സിനിമയിലേക്ക് ലൈക്ക് വലിയ ബഡ്ജറ്റിലേക്കുള്ള സിനിമകൾ ഇറക്കാനായിട്ട് പ്രൊഡ്യൂസേഴ്സിന് മടി വരുന്നുണ്ടോ? അല്ല, അതെന്താന്ന് വെച്ചാൽ ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ. നമ്മുടെ പോപ്പുലേഷനും ഇപ്പം മലയാളം കേരള നോക്കുമ്പോൾ തമിഴ്നാട്ടിൻ്റെ ഹാഫേ ഉള്ളൂ. എനിക്ക് 2 times പോപ്പുലേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ സിനിമ ഇറക്കുന്നത് ഇത്രയും എമൗണ്ട് ഓഫ് ഓഡിയൻസിന്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര ഇതായിരിക്കും ഇവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രശ്നം. അവിടെ അവർ കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള കാരണം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അത്രയും ഓഡിയൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ആ സ്റ്റേറ്റിൽ മാത്രമല്ല നെക്സ്റ്റ് ഇപ്പം നമ്മൾ തമിഴ് സിനിമ ആഘോഷിക്കുന്ന പോലെ അവർ മലയാള സിനിമകൾ ആഘോഷിക്കണമെന്നില്ല. വളരെ ചുരുക്കം സിനിമകളാണ് അവിടെ ഓടുന്നത്. പക്ഷെ നമ്മളിവിടെ വിജയ് സാറിന്റെ പടമായാലും സൂര്യ സാറിന്റെ പടമായാലും ധനുഷ് സാറിന്റെ പടമായാലും രജനി സാറിന്റെ പടമായാലും ഒക്കെ നമ്മൾ അവിടെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ തമിഴ്നാട്ടില് ഫഹദ് സാറിന്റെ പടം വരുമ്പോ ഭയങ്കര ആഘോഷം. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അവിടെ അത്രയും വലിയ ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത്രയും സ്പെൻഡ് ചെയ്ത് അത്രയും കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരു കാര്യം ഡിപ്പെൻഡ്സ് ഓൺ ദ മൂവി, അപ്പോൺ ദ ടൈപ്പ് ഓഫ് മൂവി. പിന്നെ വലിയ പടമാണെങ്കിൽ ഒരു 2 parts ഓഫ് ഫിലിം ഒക്കെ ആണെങ്കിൽ 2-3 ഷെഡ്യൂൾ വെച്ചായിരിക്കും ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റോറിന്ന് എന്തായിരിക്കും റിക്വയർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി യൂഷ്വലി പോകുന്നത്. ഈ പൊതുവെ ആളുകൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഡിഫറൻസിയേഷൻ ആണ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് എപ്പോഴും പ്രൊഡ്യൂസർ അല്ലേ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് വരാറുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഈ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബേസിക്കലി ഒരു പടം ലൈക്ക പ്രൊഡക്ഷൻസിൽ നിന്ന് ഒരു തമിഴ് ഫിലിം റിലീസ് ആവുകയാണ്. പക്ഷെ അവർക്ക് കേരളയിൽ അത് റിലീസ് ചെയ്യണം. HR പിക്ചേഴ്സ് വന്നിട്ട് കേരളയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. HR പിക്ചേഴ്സ് ചെയ്യുന്നത് തമിഴ് ഫിലിംസ് കേരളയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അതാണ് അതിൽ ഡിഫറൻസ്. സോ ലൈക്ക പ്രൊഡക്ഷൻസ് അവർ തമിഴ്നാട്ടിൽ അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. പക്ഷേ അവർക്ക് കേരളയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ ദർ ആർ അതർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പക്ഷേ ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ദേ വിൽ അപ്രോച്ച് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബിക്കോസ് we take care of Kerala distribution. So അങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്. സോ തെലുഗു നമ്മളുടെ മലയാളം പടം തെലുഗിൽ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ തെലുഗു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മൈത്രി മൂവി മേക്കേഴ്സിനൊക്കെ അപ്രോച്ച് അങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെ. ഈ ലേറ്റസ്റ്റ് വിജയുടെ പടം വന്നു, ഓഫ് കോഴ്സ് അതിൽ കമന്റ്സ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ട്രൈക്ക് ചെയ്തൊരു കമന്റ് എന്ന് പറയുന്നത് ഈ ഗോട്ടിലെ വിജയുടെ ചെറുപ്പകാലം AI ഉപയോഗിച്ച് ഡീപ് ഫേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും മാത്യുവിന് വെച്ച് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കമന്റ് വന്നിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു? അതിനോട് പ്രതികരിക്കാനൊന്നുമില്ല. എനിക്കത് അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുകയാണല്ലോ ഇന്ത്യൻ സിനിമ. ആദ്യമായിട്ട് ഇവിടെ ഒരു സിനിമയിൽ ഡി-ഏജിങ് അത്രയും ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് വരിക എന്ന് പറയുന്നത് അത് പുള്ളിയെ ആ ബഡ്ജറ്റ് പുള്ളിയാൻ പറ്റുന്ന ഒരു ആക്ടർ വിജയ് സാർ മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ വളരെ ചുരുക്കം ആക്ടേഴ്സേ ഉള്ളൂ അത് ഫിനാൻഷ്യലി പുള്ള് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ടെക്നോളജിക്കലി ഡെവലപ്മെന്റ് സിനിമയിൽ വരും, അത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ചെയ്താണല്ലോ അതിനൊരു പെർഫെക്ഷനും വരാൻ പോകുന്നത്. അപ്പൊ ഞാനത് അങ്ങനെ കാണുന്നത്. ഞാൻ ഭയങ്കര അല്ലെങ്കിൽ ഇപ്പൊ എന്നെ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആരെ വെച്ചിട്ടോ ആണെങ്കിൽ അവർക്ക് ആ ക്യാരക്ടർ ചെയ്യാം. പക്ഷെ വേറൊരു ആക്ടർ തന്നെ വേണമെങ്കിൽ വന്ന് ചെയ്താലും അത് ഓക്കെ ആയിരിക്കും. പക്ഷെ അവരത് ആ ഒരു ടെക്നോളജിക്കലി സിനിമേനെ കൊളാബറേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. എല്ലാ സിനിമയിലും ഒരു വിജയ് റെഫറൻസ് വരാറുണ്ട്. ഇല്ല അങ്ങനെ കോൺഷ്യസ്ലി വരുന്നതൊന്നും അല്ല, ചുമ്മാ വന്നു പോയത്. അപ്പൊ ഗിരീഷേട്ടൻ ചുമ്മാ നിന്നെ കാണാൻ സൈഡിൽ നിന്ന് ഒരു ഇതുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചുമ്മാ അത് ഡയലോഗ് ആക്കി. അങ്ങനെ അതൊന്നും കോൺഷ്യസ് അല്ല. കപ്പലേക്ക് വരുമ്പോ അതുണ്ടോ? ഞാൻ ആക്ച്വലി പറഞ്ഞു കപ്പലില്ലാന്ന് തോന്നുന്നു, കപ്പലില്ലാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. അറിയാണ്ടൊക്കെ ഒരു മനുഷ്യൻ. ഈ 2 സിനിമകളില് ക്യാമിയോ ഇതിനിടയ്ക്ക് വന്നു. 18+ലും പ്രേമലും, 2 നെസ്ലൻ നായകനായിട്ട്. പക്ഷെ 2 എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒന്ന് ദീപക് സഖാവായിട്ട്, പിന്നെ ഒന്ന് തോമസ് ആയിട്ട്. രണ്ട് തരത്തിലുള്ള സ്വഭാവമാണ് രണ്ടിലും വന്നത്. ഈ ക്യാമിയോ നെസ്ലൻ എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ടാണോ അതോ ആ ക്യാരക്ടർ ഉള്ളതുകൊണ്ട്? ഇല്ല, അത് ഇല്ലാതെ നീ പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലും എനിക്ക് ആ 2 ഡയറക്ടേഴ്സും എന്റെ ഭയങ്കര ക്ലോസ് ആൾക്കാരാണ്. അരുൺ ചേട്ടനാണ് 18+, ജോയൻ ജോയിന്റെ ഡയറക്ടറാണ്. ജോയൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള പരിചയമുണ്ട്. ഇപ്പൊ ഞങ്ങൾ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ആക്ച്വലി വേറൊരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. എനിക്ക് ആ സമയത്ത് ലിയോന് ഷൂട്ട് ഉള്ളതുകൊണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ ഇത്ര സമയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നീ ചെയ്യണം എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര സുഖമാണ് എനിക്ക് അറിയാവുന്നവരോട് വർക്ക് ചെയ്യാൻ. പിന്നെ പ്രേമില് വരുമ്പോ എനിക്ക് ഗിരീഷേട്ടൻ തണ്ണീർമത്തന്റെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് വന്ന് കുമ്പളങ്ങിയുടെ പ്രൊഡക്ഷൻ സാമേട്ടനും ദിലീഷ് പോത്തനും ഫാസ്റ്റ് ഫാസ്റ്റൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് അറിയാം, എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിയാം. അപ്പൊ സംഗീതേട്ടനെ അറിയാം. സംഗീതേട്ടൻ ഞാൻ തണ്ണീർമത്തൻ പോലെ അറിയാം. സംഗീതേട്ടൻ സ്പോട്ട് എഡിറ്ററും അസോസിയേറ്റ് എഡിറ്ററായിരുന്നു തണ്ണീർമത്തന്റെ. അപ്പൊ അങ്ങനെ വന്നതാണ്. നെസ്ലിൻ മാത്രമല്ല, അല്ലാണ്ട് കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ നെസ്ലിനും ഡെഫിനറ്റ്ലി 2 കോമൺ ആയിട്ട് വന്നു പോയി. അതെ അതെ അതെ. ഓക്കെ. ഈ ഇപ്പൊ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ എടുക്കഴിഞ്ഞാലും ഒക്കെ കൗമാരപ്രായത്തിലുള്ള ഒരാളാണ്. അപ്പം ഒരുപാട് ആക്ടേഴ്സ് ബാല്യം വിട്ട് കൗമാരം വിട്ട് യൗവനത്തിലേക്ക് എത്തുന്നുണ്ട്. മാത്യുവിന് അങ്ങനെ ഒരു യൗവന കാലത്തിലേക്കുള്ള അല്ല ആക്ച്വലി ഇനിയിപ്പോ അങ്ങനെ എനിക്കറിയില്ല, അത് ഗ്രാജുവലി വരുന്നൊരു നടക്കുന്നുണ്ട്. വരാനുള്ള പടങ്ങള് സ്കൂളോ കോളേജൊന്നും അല്ല. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ 2 years ഡിഫറൻസ് വന്നോണ്ടാണ് പെട്ടെന്ന്. അപ്പൊ എനിക്ക് തന്നെ എന്റെ സ്കൂളിൽ പോയി കാണുമ്പോ ചെറിയൊരു പേടിയുണ്ട്. അതെ, അതിന്റെ ഒരു പേടിയും ഉണ്ട്. ആൾക്കാരും ഞാൻ വളരുന്ന കാണുന്നുണ്ടല്ലോ, അപ്പൊ അവരും ഇതെങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടി എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അല്ല, അത് ഗ്രാജുവലി ചേഞ്ച് ആവുന്നുണ്ട്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി എനിക്കത് അത് വർക്കാവില്ലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. റിയ ആണെങ്കിലും ഈ 2 വർഷത്തിനിടയിൽ ഒരുപാട് മേഖലകളിൽ കൈവച്ചു. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഞാൻ പലയിടത്തും വായിച്ചു, ലൈക്ക് മൾട്ടി ടാലന്റഡ് ആയിട്ട് ആണ് ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ പല മാധ്യമങ്ങളിലും. പ്രൊഫൈലിൽ തന്നെ ഞാൻ കണ്ടു. ഓക്കെ. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതും ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നതും സാമ്യം ഉണ്ടെങ്കിലും രണ്ട് വേൾഡ് ആണ്. അപ്പം അതില് കണ്ടന്റ് ക്രിയേഷനിൽ കുറച്ചുകൂടെ വലിയ സ്പേസ് കൂടെ ഉണ്ട്. പക്ഷെ അതേസമയം ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു? So exactly question. How am I taking both? അത് എങ്ങനെയാണ് രണ്ടും ഹാൻഡിൽ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇതെല്ലാം? ഓക്കെ. ആക്ച്വലി കോളേജിൽ എൻ്റെ കോഴ്സ് പറഞ്ഞ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സാണ്. സോ അത് ഫിലിം റിലേറ്റഡ് ആണ്, ഫിലിം മേക്കിംഗ് റിലേറ്റഡ്. അതിൽ തന്നെ വേറെ സബ്ജക്ട്സ് ഉണ്ട്, വേറെ ദാറ്റ്സ് റിലേറ്റഡ് ടു കോണ്ടന്റ് ക്രിയേഷൻ. സോ അതൊരു ബ്ലെസ്സിങ് ആണ്. സോ അതിൽ അസൈൻമെന്റ്സ് തന്നെ ചിലപ്പോഴൊക്കെ ഇന്റർവ്യൂ സംബടി അല്ലെങ്കിൽ ഡു എ വ്ളോഗ്, അതൊക്കെ ഭയങ്കര ഫണ്ണായിരിക്കും. സോ അത് പാർട്ട് ഓഫ് വാട്ട് ഐ ഡു ആസ് എ ഹോബി. സോ അങ്ങനെ മാനേജ് ചെയ്ത് പോകുമ്പോൾ രണ്ടും റിലേറ്റഡ് ആയതുകൊണ്ട് അത് മാനേജ് ചെയ്ത് ഈസി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഫിലിം മേക്കിംഗ് ഈ കോഴ്സിൽ തന്നെ ഉണ്ട്. ആൻഡ് എനിക്ക് ഡയറക്ഷനിലും ഇൻട്രസ്റ്റ് ഉണ്ട്, സിനിമാറ്റോഗ്രഫിയിലും ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഈ കോഴ്സ് കാരണം എനിക്ക് ഓരോ ആഴ്ച എനിക്ക് ഓരോ ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഞാനും പപ്പയും ഒരുമിച്ച് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ചെന്നൈയിൽ എപ്പോഴും ഓഫീസും അടുത്താണ്. സോ രാവിലെ സമയം കിട്ടുമ്പോൾ പപ്പയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അത് പഠിക്കും, എന്തൊക്കെയാണ് ഇന്നത്തെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം ചെയ്യും. പിന്നെ അറ്റ് ദ സെയിം ടൈം കോളേജ് പോകുമ്പോൾ ഇത് നടക്കും.
സോ അറ്റ് ദ സെയിം ടൈം അത് കിട്ടും. പിന്നെ അല്ലാത്ത ഫ്രീ ടൈമിൽ ഹോബിയായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യും. സോ അത് ഒരു ജോലിയായിട്ട് ഫീൽ ചെയ്യത്തില്ല. അതെനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ബിക്കോസ് സോ ഈ കണ്ടന്റ് ക്രിയേഷൻ നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്? കോണ്ടന്റ് ക്രിയേഷൻ സിലബസിലില്ല. സോ അത് കുഞ്ഞു കുഞ്ഞു അസൈൻമെന്റ്സ് വരുമ്പോൾ അത് ഞാൻ ഓക്കെ ഇത് റിലേറ്റഡ് ആയതുകൊണ്ട് ഇറ്റ്സ് നൈസ് ടു ഡു. പിന്നെ വേറെ മോസ്റ്റ്ലി നമ്മളുടെ സിലബസ് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ഫിലിം മേക്കിംഗ് ആൻഡ് ഡയറക്ഷൻ ഓർ എന്തെങ്കിലും സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആക്ടിങ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അതിൽ ഫോക്കസ് ചെയ്ത് പോകാനുള്ള ഗോളിലോട്ടാണ് നമ്മുടെ കോഴ്സ് ഇത് കൊണ്ടുപോകുന്നത്. സോ വാട്ട് ഈസ് യുവർ ഗോൾ? മൈ ഗോൾ എനിക്ക് ഇതിൽ എല്ലാം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഫൈനലൈസ്ഡ് എപ്പോഴും ഐ എം തിങ്കിങ് വാട്ട് ടു ഡു. പക്ഷെ എല്ലാം എനിക്കിപ്പോൾ എല്ലാം ട്രൈ ചെയ്യാനുള്ള പാഷൻ ആൻഡ് ഡ്രൈവ് ഉള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി ഏതിലെങ്കിലും ഐ മൈറ്റ് കം ടു എൻ എൻഡ്. പിന്നെ വേറെ എനിക്ക് പോഡ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതും ചിലപ്പം കുറച്ച് നാളം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മാത്യു ആണെങ്കിലും മലയാളം വിട്ട് തമിഴിൽ പോയി ഇല്ല, തിരിച്ച് അത് മലയാളത്തിൽ വിട്ടൊന്നുമില്ല. വന്നു. ഞാൻ ഒരു സിനിമ കൂടെ ചെയ്തു, ധനുഷ് സാർ ഡയറക്ട് ചെയ്യുന്ന സിനിമ ചെയ്തു. അല്ലാണ്ട് വിട്ടു പോകാനൊന്നും പറ്റത്തില്ല. അല്ല ഞാൻ പറഞ്ഞ യു ആർ എക്സ്പ്ലോറിംഗ് ലൈക്ക് ആ ഒരു കാലഘട്ടം നമ്മളെല്ലാം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് മാത്യു. അപ്പം ഇനി വരാനുള്ള സിനിമകൾ എന്തൊക്കെയാണ്? നേരത്തെ ചോദിച്ച പോലെ എന്താണ് ഒരു സ്വപ്നം? ഇല്ല, ഇതുണ്ട്, ധനുഷ് സാർ ഡയറക്ട് ചെയ്യുന്ന പടം റിലീസിനുണ്ട്. അത് ഒരു കുറച്ച് ഷൂട്ട് ബാലൻസ് ഉണ്ട്. ലവ്ലി എന്ന് പറഞ്ഞൊരു പടം വരാനുണ്ട്. സോ ഞാൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റും ആണ്. ഈച്ച സിനിമയായിട്ട് ഒരു ഈച്ചയുടെ പടമാണ്. ഈച്ചയും ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആവണം. പക്ഷെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് പടം ഹിറ്റാവുന്നോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളത്രയും ഞങ്ങൾ ഷൂട്ട് തീർത്തിട്ട് 1 year ആയി. 1 year ആയിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്, അനിമേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റഡ്. ആഷിഖേട്ടനാ ഷൂട്ട് ചെയ്തേക്കുന്നത്, ആഷിഖ് അബു ക്യാമറ ചെയ്തേക്കുന്നത്. നമ്മൾ ആഷിഖ് അബു ആസ് എ ഡയറക്ടർ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ സിനിമാറ്റോഗ്രാഫർ ആഷിഖ് അബുവിനെ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഭയങ്കര എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എക്സ്ട്രാ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഞാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ആഷിഖേട്ടനെ എനിക്ക് ഡയറക്ടറായിട്ട് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ പക്ഷെ ആഷിഖേട്ടൻ്റെ സിനിമാറ്റോഗ്രഫിയിലുള്ള അറിവ് ഒരു ശരിക്കും അത്രയും വർഷം വർക്ക് ചെയ്തൊരു സിനിമാറ്റോഗ്രാഫറിന്റെ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ ഹാൻഡ്ലിങ് ആദ്യമായിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്ത പടമെന്ന് പറയത്തേയില്ല. ഇപ്പൊ റൈഫിൾ ക്ലബും ആഷിഖേട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത് സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത്. വേറൊരു വിഷ്വല് മൊത്തത്തില്. പിന്നെ അതിനൊരു ഫാന്റസി അല്ല, അതിനൊരു അനിമേഷൻ, ആ ഒരു ഫീൽ കൊണ്ടുവരാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര ഹോപ്പുള്ള സിനിമ. എനിക്ക് അത് ഭയങ്കര ദിലീഷ് നായരാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. മായനദി അതൊക്കെ കോ ഡയറക്ട് ചെയ്തത്. ടമർപാട് ദിലീഷാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ഫൺ പ്രോസസ് ആയിരുന്നു. ഭയങ്കര കുറേ പുതിയ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കായാലും പുതിയ കാര്യങ്ങളായിരുന്നു. അല്ല, അതിന്റെ ഒരു സമയമാകുമ്പോൾ അത് ഭയങ്കര ഞങ്ങൾ ഭയങ്കര ഉടനെ ഉണ്ടാവും. മിക്കവാറും നെക്സ്റ്റ് മന്തോ ഒക്ടോബർ നവംബറിലൊക്കെ. അപ്പൊ റൈഫിൾ ക്ലബ്ബുമായിട്ടത് ക്ലാഷ് ആവില്ലേ? രണ്ട് സിനിമകളാണല്ലോ. 2 സിനിമകളൊക്കെ ഓടും ഒരുമിച്ച്. ഓക്കെ. സോ കപ്പിന്റെ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ആളുകൾ കപ്പിനെ സ്വീകരിക്കാൻ? രണ്ടുപേരോടും കൂടെയാണ് കോമൺ ആയിട്ട്. എങ്ങനെയാണ് കപ്പിനെ ആളുകൾ സ്വീകരിക്കാൻ പോകുന്നത്? ഇത് ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്. ഇറ്റ്സ് സ്പോർട്സ് റോം കോം ഡ്രാമ. സോ ഇത് നമ്മൾ അടിമാലിയിലാണ് ഈ ഷൂട്ട് ചെയ്തത്. വെള്ളത്തൂവൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, ബിക്കോസ് ബേസ്ഡ് ഓൺ വെള്ളത്തൂവൽ. അതാണ്. സോ അങ്ങനത്തെ ഓഡിയൻസ് റീച്ച് ഔട്ട് ചെയ്യാൻ ആണ് നമ്മളുടെ പ്രതീക്ഷ. ആൻഡ് ഹോപ്പ്ഫുള്ളി പീപ്പിൾ അപ്രീഷിയേറ്റ് ദ ഫിലിം. ഐ എം ഹാവിങ് ഗുഡ് ഹോപ്സ്. ഇല്ല, സെയിം ഒരു ഫീൽ ഗുഡ് ആണ്, ഒരു സ്പോർട്സ് ഡ്രാമ ഇതുകൊണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് സ്പോർട്സ് ഡ്രാമകളൊന്നും മലയാളത്തിൽ വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഇമോഷൻസ് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്, സ്പോർട്സ് മാത്രമല്ല. അപ്പോൾ അത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി പടം വർക്കാവും. അപ്പോൾ ഹോപ്പ്ഫുള്ളി അത് റിലേറ്റ് ആവും. ഈ സിനിമയ്ക്കും ഇത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ സിനിമകൾക്കും രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.